ഇനി ഭാരതീയര്, ഹിന്ദുക്കൾ അറിയേണ്ടത് നമ്മുടെ ഗ്രന്ഥങ്ങളുടെ മഹത്വത്തെക്കുറിച്ചാണ്. ഓരോ ക്രിസ്ത്യാനിയും പറയാറുണ്ട്, അല്ലെങ്കിൽ മുസ്ലിമും പറയാറുണ്ട്, ഞങ്ങൾക്കൊരു പുസ്തകമേ ഉള്ളൂ, നിങ്ങൾക്ക് എത്രയധികം പുസ്തകങ്ങളാണുള്ളത്, ഇത്രയും പുസ്തകങ്ങളിൽ ഏതാണ് നിങ്ങളുടെ മതഗ്രന്ഥം എന്ന് ചോദിക്കുമ്പോൾ ഓരോ ഹിന്ദുവും അഭിമാനത്തോടുകൂടി പറയണം, ഒരൊറ്റ ദൈവത്തിന് ഒരൊറ്റ പുസ്തകം മതി. സമഗ്രമായ പ്രപഞ്ച ദർശനത്തിൽ നമുക്ക് കാണുവാൻ സാധിച്ച ഈശ്വര ചൈതന്യത്തെ എത്ര പുസ്തകങ്ങളിൽ എഴുതിയാലും മതിയാകാത്തതുകൊണ്ടാണ് വേദങ്ങളും ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും ഉപനിഷത്തുക്കളും പുരാണങ്ങളും ഇതിഹാസങ്ങളും മറ്റു ഗ്രന്ഥങ്ങളും ഭാരതീയർ എഴുതിയത്. ഓരോ വ്യക്തിക്കും അവനവന്റേതായ നിലവാരത്തിൽ ചിന്തിക്കുവാനും വിശകലനം ചെയ്യുവാനും ഉൾക്കൊള്ളുവാനും ആവശ്യമായ ചിന്താധാര പ്രവഹിപ്പിക്കുവാനും അവന് പറഞ്ഞുകൊടുക്കുവാനും വേണ്ടി അനവധി ഗ്രന്ഥങ്ങൾ ഭാരതീയർ എഴുതുകയുണ്ടായി. അതുകൊണ്ടാണ് സനാതനധർമ്മത്തിന് അനവധി ഗ്രന്ഥങ്ങളുടെ അവകാശം ലഭിച്ചത്. ഹിന്ദു എന്നത് ഒരു മതമല്ല എന്ന് പറയുവാൻ കാരണം, മതം എന്ന വാക്കിന്റെ അർത്ഥം അഭിപ്രായം, ഒപ്പീനിയൻ എന്ന് മാത്രം. ഹിന്ദു എന്ന വ്യക്തി പറഞ്ഞതല്ല ഹിന്ദുമതം, ഹിന്ദു എന്ന വ്യക്തി ഉണ്ടാക്കിയതുമല്ല ഹിന്ദു ധർമ്മം. അതുകൊണ്ട് ഹിന്ദു ധർമ്മത്തില്, ഹൈന്ദവ ധർമ്മത്തില്, സനാതനധർമ്മത്തില് ജീവിത വീക്ഷണത്തെക്കുറിച്ച് വിവരിക്കുന്നത് കൊണ്ടാണ് വിവരിക്കാൻ സ്വാതന്ത്ര്യമുള്ള, അറിവുള്ള, കഴിവുള്ള, ജ്ഞാനത്തിന്റെ ലെവലിൽ ഉന്നത ശ്രേണിയിലിരിക്കുന്ന വ്യക്തികൾ ഓരോരോ വ്യക്തികൾക്ക് ആവശ്യമായ നിലവാരത്തിൽ ധാർമ്മിക മൂല്യങ്ങളും ഈശ്വര ചിന്തയും ആചാരവിചാരങ്ങളും പ്രവഹിപ്പിച്ചു കൊടുക്കാൻ ഇത്രയും ഗ്രന്ഥങ്ങൾ എഴുതിയത്. ബുദ്ധിപരമായ നിലവാരത്തിൽ നാം ഒരേ വിഷയത്തെക്കുറിച്ച് ഒരു ഡോക്ടറേറ്റ് ഉള്ള വ്യക്തിയോട്, ഒരു ഗ്രാജുവേറ്റിനോട്, ഒരു ഹൈസ്കൂൾ സ്റ്റുഡന്റിനോട്, ഒരു LKG ലെവലിലുള്ള സ്റ്റുഡന്റിനോട് വിവരിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണല്ലോ. ഇവർക്കെല്ലാവർക്കും ഒരു പുസ്തകം കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് വായിച്ചു പഠിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞാൽ അത് എത്ര അബദ്ധമായിരിക്കും. ഓരോ വ്യക്തികൾക്കും ബുദ്ധിപരമായ വ്യത്യസ്ത മണ്ഡലം അവർ തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് ആ നിലവാരത്തിനനുസരിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളും ആ നിലവാരത്തിനനുസരിച്ചിട്ടുള്ള വിവരണങ്ങളും ആ നിലവാരത്തിനനുസരിച്ചിട്ടുള്ള വീക്ഷണങ്ങളും കൊടുക്കണമെന്നുള്ളത് സ്വാഭാവിക ജ്ഞാനം മാത്രമാണ്. പ്രായോഗിക തലത്തിൽ വ്യത്യസ്തമായ വിജ്ഞാന നിലവാരമുള്ളവരെ കണ്ടും അറിഞ്ഞും പ്രയോഗിച്ചും അവർക്ക് ആവശ്യമായിട്ടുള്ളത് കൊടുക്കുവാൻ ഭാരതീയർക്ക് സാധിച്ചതുകൊണ്ട് മാത്രമാണ് ഇത്രയും അധികം ഗ്രന്ഥങ്ങൾ ഈ രാഷ്ട്രത്തിൽ ഉണ്ടായത്. ഈ ജ്ഞാനമണ്ഡലത്തിലെ ട്രാൻസ്ലേഷൻ പ്രവാഹം ഇപ്രകാരം നടക്കുവാൻ കാരണവും